ഹായ്, നമുക്കിന്ന് കിട്ടിയേക്കുന്ന OnePlusൻ്റെ ഒരു സെറ്റാണ്. ഈ സെറ്റിൻ്റെ ഡിസ്പ്ലേ ഡാമേജാണ്. നമുക്ക് ഈ ഡിസ്പ്ലേ മാറി നോക്കാം, എന്താവുമെന്ന് അറിയാമല്ലോ. ഒരിടയ്ക്ക് OnePlusൻ്റെ ഫോൺ എന്നൊക്കെ പറഞ്ഞാൽ സാധാരണക്കാരന് ചിന്തിക്കാൻ പോലും വരാത്ത വിലയായിരുന്നു. ഇപ്പം വില കുറഞ്ഞിട്ടുണ്ട്, അതുപോലെ വലിയ കുഴപ്പമൊന്നുമില്ലാത്ത ഫോണുകളുമാണ്. അപ്പോൾ ഈ ഫോണിൻ്റെ ഡിസ്പ്ലേക്കാണ് ഡാമേജ്. നമുക്കിപ്പോൾ ഈ ഫോൺ അഴിക്കണം. ഇതിൻ്റെ ബാക്ക് പാനൽ നമുക്ക് ഹീറ്റ് ചെയ്ത് റിമൂവ് ചെയ്യാം. ബ്ലോവർ വെച്ച് ഹീറ്റ് ചെയ്യുമ്പോൾ അധികം ഹീറ്റാകരുത്, ഹീറ്റ് കുറച്ചിട്ടേ ചെയ്യാവുള്ളൂ. ചില ഫോണിൻ്റെ ബാക്ക് പാനലിൻ്റെ പുറകിലെ പെയിൻറ്റ് പോവുക, അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്. അതുകൊണ്ട് ഹീറ്റ് മാക്സിമം കുറച്ചിട്ട് ചെയ്യാൻ നോക്കുക. കുറച്ച് പഴക്കമുള്ള ഫോണാണെങ്കിൽ വലുതായിട്ടൊന്നും ഹീറ്റ് ചെയ്യണമെന്നില്ല, അല്ലാതെ തന്നെ നമുക്ക് ബാക്ക് പാനൽ ഇളക്കിയെടുക്കാം. പക്ഷേ ഇച്ചിരി ക്ഷമ വേണം, ക്ഷമയില്ലാതെ ഒന്നും നടക്കുകയില്ല. അപ്പം ഇതുപോലെ ബ്ലോവർ വെച്ച് ഹീറ്റ് ചെയ്യുന്നവരുണ്ട്, അല്ലാതെ വലിച്ചു പറിച്ചെടുക്കുന്നവരുമുണ്ട്. പക്ഷെ വലിച്ചു പറിച്ചെടുക്കുമ്പോൾ പിന്നീട് അത് വേറെ പ്രശ്നമായി മാറും. അപ്പോൾ ഒരു കാരണവശാലും എൻ്റെ അഭിപ്രായത്തിൽ ഹീറ്റ് ചെയ്ത് തന്നെ പോരുന്നതാണ് നല്ലത്. എന്ത് ചെയ്താലും അതിൻ്റെ രീതിയുണ്ട്, ഒരു ശാസ്ത്രമുണ്ട്. ആ രീതിക്ക് തന്നെ എപ്പോഴും ചെയ്യുന്നതാണ് നല്ലത്. അങ്ങനെ നമ്മൾ ആ ഫോണിൻ്റെ ബാക്ക് പാനൽ ഇളക്കി. ഇനിയിപ്പോൾ ഈ സ്ക്രൂ എല്ലാം ഊരണം, ഈ ബാറ്ററി നമുക്ക് റിമൂവ് ചെയ്യണം. സ്ക്രൂ ഒക്കെ ഒരുപാടുള്ളതുകൊണ്ട് നമുക്ക് ഊരി എല്ലാം ഒരു സ്ഥലത്ത് തന്നെ വെക്കാം. അതിൻ്റെ ഇടയ്ക്ക് വേറെ ഏതെങ്കിലും ഫോണിൻ്റെ സ്ക്രൂ ഉണ്ടെങ്കിൽ അത് നമ്മളറിയാതെ മുറുക്കി കഴിഞ്ഞാൽ ഡിസ്പ്ലേക്കൊക്കെ ഡാമേജ് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് സേഫായിട്ട് തന്നെ നോക്കുക. സ്ക്രൂ ഒക്കെ അഴിച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിൻ്റെ പാനലിളക്കാം. പാനലിളക്കുമ്പോൾ ഫിംഗർ സ്ട്രിപ്പ് നോക്കണം. ഫിംഗർ സ്ട്രിപ്പ് ഒരു കാരണവശാലും പൊട്ടരുത്. ചിലവർക്ക് പറ്റുന്നൊരു അബദ്ധമാണ് ഈ ഫിംഗർ സ്ട്രിപ്പ് പൊട്ടിപ്പോകുന്നത്. എൻ്റെ കയ്യിൽ തന്നെ ഒരുപാട് ഫോൺ ഇതുപോലെ വന്നിട്ടുണ്ട്, വേറെ ഷോപ്പിൽ നിന്ന് കൊണ്ടുവന്നതൊക്കെ. ഇപ്പോൾ ഊരാനുള്ളത് ബാറ്ററിയാണ്. ബാറ്ററി ഊരുമ്പോൾ എല്ലാ സാധനവും ഊരുന്നതല്ല ബാറ്ററി ഊരുന്നത്. സേഫായിട്ട് തന്നെ ഊരുക. ഒരു കാരണവശാലും സ്ക്രൂ ഡ്രൈവറോ ഒന്നും ഇട്ട് കുത്തിപ്പൊക്കരുത്. ബാറ്ററി ഊരി കഴിഞ്ഞാൽ പിന്നെ ഇതിൻ്റെ പുറകിലെ സ്റ്റിക്കറുണ്ട്, സ്റ്റിക്കർ റിമൂവ് ചെയ്യുക. ഡിസ്പ്ലേയുടെ സ്ട്രിപ്പ് മാത്രം ഇളക്കിയെടുക്കുക. പിന്നെ നമുക്ക് ഡിസ്പ്ലേ ഹീറ്റ് ചെയ്ത് ഊരാം. അങ്ങനെ നമ്മുടെ ഡിസ്പ്ലേ സിമ്പിളായിട്ട് തന്നെ ഊരി വന്നു. ഒത്തിരി പഴക്കം ചെന്ന ഫോണല്ല, എന്നാൽ തന്നെ ഡിസ്പ്ലേ സിമ്പിളായിട്ട് തന്നെ ഊരി വന്നു. ഒറിജിനൽ ഡിസ്പ്ലേ തന്നെയാണ് കിടക്കുന്നത്. ഈ ഫോണിന് പിന്നെ LED അല്ല വന്ന് LCD ആണ് വരുന്നത്. പിന്നെ നമുക്കൊരു ബ്രഷ് എടുത്ത് ഇതിൻ്റെ ഫ്രെയിമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് പിന്നെ ഗം ഇടുന്നതിന് മുമ്പ് നമുക്ക് ഡിസ്പ്ലേ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണ്ടേ. നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഇത് നമ്മുടെ സെറ്റിൻ്റെ കൂടെ വന്ന ഡിസ്പ്ലേ. നമുക്ക് കിട്ടിയ ഡിസ്പ്ലേയോ വേറൊരു മോഡലിൻ്റെ. ഇത് കസ്റ്റമർ മോഡൽ പറയുന്നത് കേട്ട് പോയി എടുത്തതാണ്. അവിടെയാണ് പണി കിട്ടിയത്. ഇതിപ്പോൾ എല്ലാവർക്കും പറ്റുന്നൊരു കുഴപ്പമാണ്, എല്ലാ ടെക്നീഷ്യന്മാർക്കും. ഉടനെ തന്നെ വേറെ ഡിസ്പ്ലേ നമ്മൾ കൊണ്ടുവന്ന് നമ്മുടെ വർക്ക് നമ്മൾ റീസ്റ്റാർട്ട് ചെയ്തു. ഇനി നമുക്ക് രണ്ടാമതൊന്ന് ഡിസ്പ്ലേ ഒന്ന് കണക്ട് ചെയ്ത് നോക്കാം. കണക്ട് ചെയ്തപ്പം ഫോൺ ഓണായിട്ടുണ്ട്. ചാർജ് ഒട്ടും തന്നെയില്ല. ഇനി ഇത് ചാർജ് ചെയ്തെങ്കിലും ഉള്ളൂ നമുക്ക് ഈ ഡിസ്പ്ലേ ചെക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഇനി ഇവിടെ പണി കിട്ടിയില്ലെന്ന് നമുക്കറിയണമല്ലോ. അങ്ങനെ നമുക്ക് ചാർജ് ചെയ്ത് നമുക്കൊന്നുകൂടെ കണക്ട് ചെയ്ത് നോക്കാം. അങ്ങനെ ചാർജ് ചെയ്തു, ഫോൺ ബൂട്ടപ്പായി. അപ്പോൾ നിങ്ങൾക്ക് കാണാം OnePlus എന്നൊക്കെ പറഞ്ഞ് കാണാം. പൊതുവേ OnePlusൻ്റെ ഫോണൊന്ന് ഓണായി വരാൻ ഇച്ചിരി താമസമുണ്ട്, എന്നാലും കുഴപ്പമില്ല. ഈ പ്രാവശ്യം എടുത്ത ഡിസ്പ്ലേ എന്നാലും കറക്റ്റാണെന്ന് നമുക്ക് മനസ്സിലായി. പാറ്റേണൊക്കെ വരയ്ക്കേണ്ട ഭാഗമൊക്കെ എത്തി. ഇനി നമുക്കിത് ഗം ഉപയോഗിച്ച് പേസ്റ്റ് ചെയ്യാം. പേസ്റ്റ് ചെയ്യുമ്പോൾ എല്ലാ വീഡിയോയിലും ഞാൻ പറയുന്ന പോലെ തന്നെ ഒരു കാരണവശാലും സെൻസറിൻ്റെ അകത്ത് ഒരിക്കലും ഗമ്മ് വീഴരുത്. സേഫായിട്ട് തന്നെ ചെയ്യാൻ ശ്രമിക്കണം. അങ്ങനെ നമ്മൾ പുതിയതായിട്ട് കൊണ്ടുവന്ന ഡിസ്പ്ലേ നമ്മൾ കണക്ട് ചെയ്യുകയാണ്. അപ്പോൾ നമ്മൾ ആദ്യം ഒന്ന് ചെക്ക് ചെയ്തുകൊണ്ട് നമുക്ക് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, എല്ലാം വർക്കിംഗ് ആണ്. ഇനിയിപ്പോൾ നമുക്ക് സൂക്ഷിച്ച് ഒട്ടിച്ചാൽ മാത്രം മതി. നമുക്കത് ഒട്ടിച്ച് കൊടുക്കാം. ഡിസ്പ്ലേ ഒട്ടിച്ച് കഴിഞ്ഞാൽ പിന്നെ പതിയെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഓവറായിട്ട് ഒരിക്കലും പ്രസ് ചെയ്യല്, ഡിസ്പ്ലേക്ക് ഡാമേജ് വരും. അതിപ്പോഴറിയാല്ല, ആ ഗമ്മെല്ലാം ഉറച്ച് കഴിയുമ്പോഴേ നമുക്കറിയാൻ പറ്റുള്ളൂ. ഇനിയിപ്പം പഴയതുപോലെ ബാക്ക് പാനലൊക്കെ എടുത്ത് നമുക്ക് ഫിറ്റ് ചെയ്ത് കൊടുക്കാം. ചില കസ്റ്റമർ ഫോണൊക്കെ റിപ്പയർ ചെയ്ത് കൊണ്ടുപോകും, പിന്നെ പറയും ഫിംഗർ പ്രിൻറ്റ് വർക്ക് ചെയ്യുന്നില്ലെന്ന്. അതിന് മെയിൻ കാരണം ഒന്ന് റീസ്റ്റാർട്ട് ചെയ്താൽ മാറാവുന്ന പ്രശ്നമേ ഉള്ളൂ. പക്ഷേ ഇവരാരും അത് ചെയ്യുകയില്ല. അപ്പോൾ അത് നമ്മൾ തന്നെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ആ പ്രശ്നം നമുക്ക് ഒഴിവാക്കാം. അങ്ങനെ അഴിച്ചു മാറ്റിയ സാധനങ്ങളെല്ലാം നമുക്ക് തിരിച്ച് ഫിക്സ് ചെയ്യണം. ഒരു കാരണവശാലും ഓവർ ടൈറ്റ് ആകാല്ല. അപ്പം നമ്മൾ അഴിച്ചു വെച്ച എല്ലാ കാര്യങ്ങളും പ്രോപ്പറായിട്ട് തന്നെ ഫിക്സ് ചെയ്യുക.
ഒരു ഫോൺ കസ്റ്റമർ നമ്മൾ തിരിച്ചു കൊടുക്കുമ്പോൾ ഒരു കാരണവശാലും ഒരു സാധനം ഇടാൻ മറന്നു പോവുകയോ അല്ലെങ്കിൽ ബോഡി പാനൽ ലോക്ക് വീഴാതിരിക്കുകയോ ഒന്നും ചെയ്യരുത്. ഒരൊറ്റ പരാതി മതി നമ്മുടെ ബാക്കിയുള്ള വർക്കുകളെല്ലാം പോകാൻ. എല്ലാം ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ബാക്ക് പാനൽ ഒട്ടിച്ചാൽ മതി. ഫോണിൻ്റെ വർക്ക് ഏകദേശം കഴിഞ്ഞു. ഇനിയിപ്പോൾ ബാക്ക് പാനൽ നമുക്ക് ഒട്ടിച്ച് ഈ ഫോൺ ഓണാക്കി നോക്കാം. അങ്ങനെ നമ്മുടെ ഫോൺ വീണ്ടും ഓണായിരിക്കുന്നു. ഇതിപ്പോൾ കാണാമല്ലോ OnePlusൻ്റെ ലോഗോ ഒക്കെ. ഇനി ഇതുപോലുള്ള വീഡിയോകളുമായി നമുക്ക് വീണ്ടും കാണാം.